ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ഒരു ബ്രാഹ്മണൻ നിന്നിട്ട് പച്ച കോഴി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാ ഞാൻ ഒന്ന് കാണട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അഞ്ജലിക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഈ കിച്ചണിൽ നിൽക്കുന്നത്. അത് അഞ്ജലി കുറച്ച് നേരമായിട്ട് വല്ലതും മാറി ഇയാളുടെ തലക്കടിക്കാൻ നിൽക്കുകയാണ്. കാരണം അഞ്ജലി ഹൈ സ്പീഡിൽ അകിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇയാൾ വന്നിട്ട് എനിക്കിതൊരു ഫാന്റസി ആണെന്ന്. കുറച്ച് എണ്ണ ഒഴിക്കേ. ആശു മറ്റേ ഒന്ന് അപ്പുറത്ത് ഇച്ചിരി മുളക് കൂടി ഇട്ടു. അഞ്ജലി ഇല്ല പറ്റില്ല, ഞാൻ ഇവിടെ ഇട്ടോണ്ടിരിക്കുക. ഇതാണ് ഹൈ സ്പീഡ് ചിക്കൻ കറി. അതെ, നമ്മളിന്ന് ഇതിനകത്ത് ഇട്ടത് സവാള, പച്ചമുളക്, ഇച്ചിരി ഉപ്പ്, കട്ടി പിടിച്ച എണ്ണ, മുളക് പൊടി, പിന്നെന്തോന്ന് മല്ലിപ്പൊടി. നമ്മളെല്ലാം ഇച്ചിരി കഞ്ചൂസ് ആയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല. ഈ കുട്ടി എല്ലാം കുറച്ച് എച്ചിൽ പരുവത്തിലാണ്. ഗരം മസാല ഫാസ്റ്റ് ആക്കണമെന്നുള്ളത് കൊണ്ട് കഞ്ചൂസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന്. എനിക്ക് സാധാരണ എനിക്ക് ഇവിടെ വന്ന് കുക്ക് ചെയ്യാനൊക്കെ മടിയായിരുന്നു. ഞാൻ വൈബ് പിടിച്ചു പോയി. ഞാനും അശ്വനൂടെ വൈബ് പിടിച്ചതായിപ്പോയി ഇയാൾക്ക് ഏറ്റവും പ്രശ്നം. കാരണം ഇയാൾക്ക് നമ്മൾ വരണ്ടായിരുന്നു അടുക്കളയ്ക്കകത്ത്. ഇവിടെ ഒരാൾക്ക് വൈബ് പിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിക്കൻ്റെ കൂടെ ഗുസ്തി പിടിച്ചോണ്ടിരിക്കും. അടപ്പിന് പകരം ചട്ടുകോ എടുത്ത് അടച്ചു വെക്കും. എല്ലാം ഇവിടെ കുറച്ച് വെറൈറ്റി ആണ്. നമ്മൾ ലണ്ടനിലായോണ്ട് ഇങ്ങനെയാണല്ലേ. ലണ്ടനിൽ അങ്ങനെ അടപ്പ് ഉപയോഗിക്കാറില്ല, ചട്ടുകം വെച്ച് ഇങ്ങനെ ചെയ്യാറുള്ളൂ. ചട്ടുകം അല്ലല്ലോ ഇതിനെന്താ പറയുന്നത്? ഇത് ദോശക്കല്ല്. സോറി, ചട്ടുകോ. ഈ കൊച്ചിന് എന്ത് പറ്റി? ഇവിടെ ചിക്കന്റെ ബാക്കി വേസ്റ്റ് വന്ന വെള്ളം അശ്വിൻ രസം എന്തോ ഉണ്ടാക്കുവാണെന്ന് വെച്ചാൽ എന്താണോ അവിടെ രസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാറുണ്ട്. ഇത് ആക്ച്വലി അതിൽ ഒഴിക്കണം ഇപ്പൊ തന്നെ. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അല്ല, നമ്മൾ ആദ്യം തക്കാളി ഇടും. ആ തക്കാളി ഒന്ന് കുഴയ്ക്കാം. സ്റ്റൈലായിട്ടൊന്നും ചിക്കൻ കറിയൊക്കെ ഉണ്ടാകും. ഓക്കെ, തക്കാളി നമ്മൾ ഇട്ടു. തക്കാളി ഇടാൻ മറന്നുപോയി. എനിക്ക് ഇത് അറിയായിരുന്നു. ഇത് ഇങ്ങനെ അല്ല ഉണ്ടാക്കേണ്ടത്. സത്യാരി ഇങ്ങനെ ഉണ്ടായിട്ട് ചിക്കൻ ഇന്ന് തന്നെ കരഞ്ഞു. നന്നായിട്ട് ലണ്ടനിലെ അടപ്പ് അതാണ്. തുറക്കണ്ട, തുറന്ന അഞ്ചിൽ തന്നെ അടിക്കും. അത് കുറച്ചേരം അവിടെ ഇരിക്കട്ടെ. തനിക്ക് തുറക്കാനും മിക്സ് ചെയ്യാനുള്ള തൊര ഉണ്ടെന്ന് എനിക്കറിയാം. അത് അങ്ങനെ ഇരിക്കട്ടെ. ഈ ചിക്കൻ വെന്തിട്ട് പോലില്ല. ആൾക്ക് അറിയാമെന്നുള്ള എല്ലാ കുക്കിംഗ് ട്രിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ തനിക്ക് അവളുടെ ട്രിക്ക് അറിയാം. അതാണ് തക്കാളി ആദ്യം ഇടാത്തത്. തക്കാളി വിട്ടുപോയതാണല്ലേ. ചിക്കനേക്കാൾ പനീർ പോലെ ഇരിക്കുന്നു. മറ്റേ ഇങ്ങനത്തെ കഷ്ണം ഇട്ടോണ്ടല്ലേ. ശരി ശരി, ഇനി അടച്ചു വെച്ചോ. എനിക്കറിയാം അതായത് തൊര വരുന്നുണ്ട്. അങ്ങനെ അടച്ചു വേ. നമുക്ക് മസാല കുറച്ചുകൂടെ വേണം. പിന്നല്ലാണ്ട് വെളുത്ത കോഴിയായി പോയി. ഇച്ചിരി മസാല വേണ്ടേ? വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ആർക്ക് വേണ്ടി പറയാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയെങ്കിലും ഇവിടെ നിന്ന് പോകും. അപ്പുറത്ത് മാറി മൂടി വെക്കാം. മുടിയാ മൂടി വെക്കാം. ഞാൻ ചേട്ടൻ പോയി മുടി ഇട്ട് കൊടുക്കാം. നേരത്തെ ചെട്ടിനാടിലെ മീൻകറി പോലെ. അടച്ചു വെക്കാം. ആ ലേഖ പറഞ്ഞോളൂ എന്നൊക്കെ അതിന്റെ ഇടയിൽ മനസ്സിലായ. എന്തുണ്ട് അവിടെ വിശേഷം? ഇവിടെ വിശേഷങ്ങളേ ഉള്ളൂ. ഒരു മണിക്കൂർ മുമ്പ് പറയാൻ പറ്റാത്ത വിശേഷം. അതെ, ഒരു മണിക്കൂർ മുമ്പ്
ശബ്ദം നിൽക്കാതെ ഉണ്ട്. ഇപ്പൊ തീരാറായി. നമുക്ക് ഇച്ചിരി തുറന്നു നോക്കാം. എത്ര മാസമായി? I think 3.5. 3.5 കിക്ക് ചെയ്തോടെ. ചിക്കൻ മസാലയും കുറച്ചിട്ടു, നല്ല മിക്സ് ചെയ്തെടുത്താൽ ഇതൊക്കെ ഒന്ന് വെന്തിട്ട് അടിയിലോട്ടാക്കി. നല്ല മണം. നമ്മൾ ആ മസാല ഇട്ട് ആ ഉള്ളിയിൽ മിക്സ് ചെയ്തെടുക്കണം. പക്ഷേ ഇയാള് തട്ടിക്കൂട്ടായിട്ട് ചെയ്താ അത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമുണ്ട്. നല്ല ഏറ്റവും ടേസ്റ്റ് നല്ല നല്ല ഒരു ലോക്കൽ ഒരു മണം. അതെ അതെ അതെ, കൊള്ളാം, നല്ല മണം. ആ എന്തായി? എനിക്ക് മസാല ടേസ്റ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഒരു വീട്ടിലൊക്കെ അമ്മമാരൊക്കെ കുക്ക് ചെയ്ത് തരുന്ന പോലത്തെ ഒരു സിമ്പിൾ യെറ്റ് ടേസ്റ്റി ചിക്കൻ കറി ടേസ്റ്റ്. അശ്വിൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. വൈബല്ലേ? ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. അശ്വിൻ, അഞ്ജലി വേറൊരു സ്പൂൺ തരും. അഞ്ജലി ഇത് വെച്ച് എടുക്കാൻ പറ്റില്ല. അഞ്ജലി എല്ലാം എനിക്ക് ഇച്ചിരി വെച്ച് തരുമോ? അത്രയും കഷ്ണമൊന്നും എനിക്ക് വേണ്ട, സാരമില്ല. എനിക്ക് 2 കഷ്ണവും ഇച്ചിരി ഗ്രേവിയും തന്നാൽ മതി. ആ അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒരു കഷ്ണം കൂടെ വെച്ചു. ആ ഇനി ഇച്ചിരി ഗ്രേവി തന്നാൽ മതി. ഞാൻ ഇച്ചിരി ഗ്രേവിയും ചിക്കനും എടുത്തു. അവനെ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ എടുത്താ എന്നുവെച്ചാ ഭയങ്കര ഷോർട്ട്. ശരി എന്നൊക്കെ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ അഞ്ജലിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, പണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടില് പെട്ടെന്ന് പറയാതെയൊക്കെ കയറിച്ചില്ല ഡാൻസ് പ്രാക്ടീസിലൊക്കെ. അപ്പോൾ ചില സമയത്ത് നമ്മൾ വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അവരുടെ വീട്ടുകാർ എന്തെങ്കിലും ചിക്കനൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കും. അതേ ടേസ്റ്റ് വൈബ്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഒരു ലോക്കൽ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതേ റെസിപ്പി മിക്കവാറും ഞാൻ നാട്ടിൽ പോയി ട്രൈ ചെയ്യും. കാരണം എനിക്ക് ഈ വൈബ് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയും ചെയ്തു, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഈ തട്ടിക്കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അവിടെ ഒരാൾ മരിച്ചിരുന്നുകൊണ്ടിരിക്കുകയാണ്. വൈബായോ? എങ്ങനെയുണ്ട്? സൂപ്പർ. ആ ചിക്കൻ മസാല എങ്ങനെയുണ്ട്? അടിപൊളി. അതെ, ഓക്കെ. ആ ചിക്കൻ മസാല ഇട്ടോണ്ടാണ് അടിപൊളി. അതെ അതെ. നീ ഇന്നലെ ജീവിതത്തിൽ നമ്മുടെ ചിക്കൻ കറി പാർട്ട് 2-നുള്ള ഡ്രം സ്റ്റിക്സ് എത്തി. നമ്മൾ ഇത്തവണ കാല് മാത്രം ഓർഡർ ചെയ്തു. ആ പൊട്ടിച്ചോളൂ. കീറിയും കേട്ടോ, എന്തായാലും കീറിയിരിക്കുന്നു. വൈബ് വൈബ് വൈബ്. അശ്വിൻ മാരിനേറ്റ് ചെയ്യാനുള്ളതാന്ന് വിചാരിച്ചല്ലേ? ഞാൻ ഞണ്ടെന്നാണ് ഇപ്പൊ കേട്ടത് കേട്ടാ. ഓറായിട്ട് വേണോ അശ്വിൻ ഉള്ളി? നമുക്ക് തക്കാളി വേണം. തക്കാളി 2 തക്കാളി എങ്കിലും മിനിമം വേണം. ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ ഒരു 4-5 മീഡിയം ഉള്ളി എടുത്തു. This is more than the chicken. ഉള്ളി മാക്സിമം എന്തായാലും വേണം. ഒന്നുകൂടെ മതിയേ. മതി. ഒന്ന് അല്ല ഇട്ടോട്ടെ. ഈ പാത്രം തന്നെ വേണമല്ലോ ഇതെനിക്ക് മാരിനേറ്റിന്. അത് നമുക്ക് ഇച്ചിരി ചിക്കൻ കഴുകി കൊടുക്കാം. കഴുകി കൊടുക്കാം. ആട്ടാതെ വീഡിയോ ഇട്ട് കഴുകി കൊടുക്കാം. എന്നിട്ട് ആടിക്കൊണ്ടിരിക്കും. ചിക്കൻ കഴുകി കൊടുക്കാം. ആ സ്കിൻ ഇളക്കിക്കോളും. അശ്വിൻ എങ്ങനെയാണ് സ്കിൻ ഇളക്കണത്? തോല ഊരിക്കണം.
ഞാൻ അങ്ങോട്ട് നിൽക്കട്ടെ. അശ്വിന്റെ ഹൈറ്റ് കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എടാ ഞാൻ ആ ഉള്ളി ചവിട്ടി ഞാൻ പമ്പരമായി പോയി. എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല. എടാ നല്ല പാടാണ്. ഒരു മിനിറ്റ് ടിഷ്യൂ എടുത്ത് തരുമോ? തുണി ഊരുന്ന പോലെ അങ്ങ് വലിച്ച് ഊരങ്ങോട്ടെ. കർമ്മം കർമ്മം. അമ്മ വേണം. ഇതെന്താ അറിയോ, നമ്മൾ ഇങ്ങനെ പിടിക്കണം. ഇതിട്ട് എളുപ്പമാണ് വരും. ഇതുവഴിയൊക്കെ ഒരു ഷോട്ട്, ഭയങ്കര ഷോട്ട് ഇതുവഴിയൊക്കെ. അശ്വിൻ ഇവിടെ നിന്നാണ് ഉള്ളി വെട്ടാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് സ്കിൻ പീൽ ഓഫ് ചെയ്യും. ഇതൊന്നും എടുത്തു തരുമോ? എടുത്താ നീ പെട്ടെന്ന് എടുക്കും. ഇച്ചിരി ഉള്ളി ഉരിച്ചു കൊടുക്കാം. തല ഞാൻ വെട്ടി. മനുഷ്യരെ വെട്ടണ കത്തിയൊക്കെ എടുത്തോണ്ട് ഉള്ളി വെട്ടും. അശ്വിൻ ഗണേഷ് കുറച്ച് സൈസൊക്കെ വെച്ചല്ലോ. സവാള അരിയൽ. സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. സൂക്ഷിച്ചേ. കുറച്ചുകൂടി ഡീപ്പറായിട്ട് കട്ട് ചെയ്യേ. ഓക്കെ മതി. അല്ല ഇവിടെ പാക്കിങ് ചെയ്യാം, അതാണ് ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക്. കൊടയാണോ എടുത്തിട്ട് കാലിന്? എന്തോന്ന് അത് ഓടി വെട്ടി. ഞാൻ ഇപ്പോൾ ഡ്രോയിൻ്റെ കൂടെ പോയാൽ ഡ്രീം കം ട്രൂ അല്ലേ? ആ വേണം. പിന്നല്ലാതെ എടി ഇത്രയും ചിക്കൻ ഉണ്ട്. ഓഫ്കോഴ്സ് വേണം. ടൊമാറ്റോൻ്റെ ആണ് ആ ചെറിയൊരു പുളി അതിനകത്ത് വരുന്നത്, ഒരു ടിഞ്ച്. ഇപ്പം അതാ എടുത്ത് വെട്ടിയില്ലല്ലോ ഇപ്പം ലാസ്റ്റ് എടുത്തത്. തല രണ്ട് സൈഡും വെട്ടുന്ന ആൾക്കാർ മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞത്. കുഴഞ്ഞ് വീഴാൻ പോണല്ലേ എല്ലാം കൂടെ. മതി 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 മതി. ആ യാ സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഇത് ആരും ചെയ്യാറ് ഉണ്ട്. സാധാരണ ആൾക്കാർ വന്ന് ബ്രസ്റ്റ് പീസിനാണ് സത്യം ചെയ്യുന്നത്. പക്ഷെ ചുമ്മാ ഒരു ഫോർമാലിറ്റി. അടുത്ത് വരെ നമുക്ക് നല്ല രീതിയിൽ ആൾക്കാർ കാണിക്കുന്നത് ഇത്രയും നല്ലതാണല്ലോ എന്ന് ഉറക്കെ പറഞ്ഞോ. ഇത്രയും നല്ല ഇത് ഇത്ര എഫേർട്ട് ഇട്ടാൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള സാധനം കിട്ടും. അത് നമുക്ക് ഓക്കെ കുറച്ച് കിട്ടും. ഐ തിങ്ക് അത് മതി ഇടും. പിന്നെ നമുക്ക് പിടിക്കാം, കറിയിൽ പിടിക്കാം. കഴിഞ്ഞ് ഈ മഞ്ഞപ്പൊടി അല്ലേ? മഞ്ഞപ്പൊടി ഇട്ടു. എല്ലാം പിടിക്കാം. അപ്പം നമുക്ക് ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ ആ ഫോർക്കിട്ട് കുത്തിയപ്പോൾ എല്ലാം അകത്ത് ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി അത് ബ്രസ്റ്റ് വിൽക്കാൻ ചെയ്യുന്നത്. ഇതിന് ചെയ്ത് കൊടുത്താൽ എങ്ങനെയാണെന്ന് അറിയാം നമുക്കിന്ന്. ഒരു ഗുണമുണ്ടോ? നല്ല റെഡ് ചില്ലി.
എല്ലാം മിക്സ് ആയിട്ടുള്ള പൊടിയാ. കൈ നല്ല കഴുകിക്കോട്ടെ. ഇത് കഴിഞ്ഞ് നമ്മള് മല്ലിപ്പൊടി ഇട്ടു. ഇനി അടുത്ത കുറച്ച് ഗരം മസാല. ഓക്കെ, ഗരം മസാല ഹാഫ് സ്പൂൺ. റൈറ്റ്. പുറത്ത് നമ്മൾ ഉള്ളി ഇട്ട് കഴിഞ്ഞു. ഇത്തവണ തക്കാളി ഇടാൻ മറക്കണ്ട. ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ മസാല. കുറച്ചുകൂടി ഇട്ടോ. ഓക്കെ, ഈ മാരിനേഷൻ സൈഡിൽ നമ്മൾ ഇത് വറുത്തോ? ഞാൻ സോട്ട് ചെയ്തോളാം. എനിക്ക് സോട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ഇച്ചിരി ഉപ്പിട്ടു. നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് അത് ട്രാൻസ്ലൂസൻ്റ് ആയി കിട്ടും. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ആവുന്നുണ്ട്. സൂപ്പർ. സന്തോഷമായോ? നമ്മുടെ ജിഞ്ചർ ഗാർലിക് അരഞ്ഞുകൊണ്ടിരിക്കുന്നു. അഞ്ജലി നമുക്ക് അരച്ചു തന്നു ജിഞ്ചർ ഗാർലിക്. അപ്പോൾ ആ അരച്ചവരെ നമ്മൾ ഇടുന്നു. കാരണം കുറച്ച് ആ ഉള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഇട്ട് വഴറ്റി എടുക്കണം. ക്യാമറ പോയി. നമുക്ക് കുറച്ച് ഫ്രഷ് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടോളൂ. അങ്ങോട്ട് പറ്റില്ല, സമ്മതിക്കില്ല. അങ്ങനെ ഇട്ടോ. നമുക്ക് നീ തക്കാളി പറഞ്ഞു വരെ നമുക്ക് സെറ്റായിട്ട് കിടക്കുന്നതിനെ അങ്ങ് സോട്ട് ചെയ്ത് കിട്ടും. ചില്ലി പൗഡർ അല്ലേ എന്തായാലും ആദ്യം. ചില്ലി പൗഡർ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി അഞ്ജലി. ഞാൻ അവിടെ നിർത്തിക്കോളാം. മതി മതി. ഇത് കോറിയാൻഡർ മല്ലിപ്പൊടി അതെത്ര വേണം അഞ്ജലി? ഒരു സ്പൂൺ? ഒരു സ്പൂൺ വേണ്ട, ഹാഫ്. Yeah, that's enough. അടുത്ത ഗരം മസാല അതൊക്കെ അതും ഹാഫ്. Yeah. നമ്മുടെ ചിക്കനിലും ഹാഫാണ് ഇട്ടത്. അത് മതി വെച്ചിട്ടോ. മതിയോ? കറി കൂട്ട് ഫ്ലേവർ പുതിയ ലെഗ് ഞാൻ അശ്വിൻ്റെ അടുത്ത് തന്നെ ഇടാൻ പറഞ്ഞു. ഞാൻ വഴട്ടാൻ പറഞ്ഞു. കാരണം കുറച്ച് നേരം അശ്വിൻ വഴട്ടി എനിക്ക് വഴട്ടണം. നേരത്തെ ആ ലെഗ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇപ്പം ആ വിഷമം ഒന്ന് തീർന്നിരിക്കും എനിക്ക്. അയ്യോ, വൃത്തിയായിട്ട് വയ്യ. ലെഗ് ഇടുമ്പോഴാണ് ചിക്കൻ കറി ആവുന്നത് കേട്ടോ ശരിക്കും. പഞ്ചരി ചോദിക്കും എങ്ങോട്ട് വരാനെന്ന്. നേരത്തെ കോമഡി ഞാൻ തീർത്തു. അതുകൊണ്ട് ഇനി അത് പറയാം. ൂറിലിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴട്ടുന്നില്ല. കാരണം ചിക്കൻ കാലിൻ്റെ ഭംഗി പോകും. നമ്മൾ തീ കുറച്ചിട്ടേക്ക് പോകണം. ആണല്ലേ? ഇനി ഇത് കുറച്ച് വെന്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും അല്ലേ? യെസ്.
വേവട്ടെ. ഓക്കേ, നമ്മുടെ ചിക്കൻ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വേവാൻ വെച്ചേക്കാണ്. ഇപ്പൊ വെന്തിട്ടില്ല. ഇവിടെ നമുക്കൊരു ത്വര കാരണം തുറക്കുവാണ്. ആറേ വാ, ഒന്ന് ഇളക്കി വിട്ടു. ചിക്കൻ കറി നല്ല സെറ്റായി. നമ്മൾ നേരത്തെ ആക്കിയ ആ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ അതും കൂടി ഇതിനകത്ത് അങ്ങ് എടുത്തിട്ടു, ഒരുമിച്ച് അങ്ങ് തിളച്ചിങ്ങ് എടുപ്പിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. എക്സൈറ്റഡ് ആണോ? ഭയങ്കര. ഞാൻ 2 കാല് വരെ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ് ഓൾറെഡി. ഇതാ സെറ്റല്ലേ? നമ്മുടെ തട്ടിൽ കുട്ടി ദോശ റെഡിയാക്കാൻ പോവാണ്. എനിക്കാണ് പ്രയോറിറ്റി. മതി മതി, എനിക്ക് അങ്ങനെ തിന്നാക്കണ്ട. ഓക്കെ, ദോശ കിട്ടി. സത്യം പറഞ്ഞ ഒരു പാ കഴിച്ചു, ഒരു രക്ഷയില്ല. അടിപൊളി. അതെ, ഞാൻ സ്വന്തമായിട്ട് വെച്ച് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കൊള്ളാമെന്ന് പറയണം. ആരും പുകഴ്ത്തിയില്ലെങ്കിൽ നമ്മൾ തന്നെ പുകഴ്ത്തണം. എന്താ അശ്വിൻ, വേഗം ദോശ എടുത്തിട്ട് വാങ്ങിട്ട്. കുനി വൈബ് ഇഷ്ടായോ? അടിച്ചു പൊളിച്ചു പറഞ്ഞു. വേഗം വാ. ഓ, so good. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തുകൊണ്ട് ഓൺ പോയിന്റ്. ഗണേഷ്, it's your turn to say the review. അയ്യോ സൂപ്പർ. അത് ഈ തണുപ്പത്ത് രക്ഷയില്ല. ഞാനൊരു വാ തന്നല്ലോ. Yes, again Murali, please have your share and let me know how it is. കൊള്ളൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചരുവത്തി പിടിച്ചിരുത്തിക്കളെ. നൈസ് അല്ലേ? ചിക്കൻ കൊള്ളൂലെന്നാ അങ്ങനെ. വേർ ഇസ് യുവർ ഫിയോൻസേ? ആട് തട്ടിൽ കുട്ടി ദോശയുടെ ഇടയിലായി പോയിട്ട്. അശ്വിൻ, എത്രാമത്തെ ദോശ? എൻജോയ് ചെയ്യാണോ? വയറ് നിറഞ്ഞോ? ചിക്കൻ എങ്ങനെയുണ്ട്? നമുക്ക് ഇന്നലെ നമ്മുടെ വ്ളോഗിൻ്റെ എൻഡ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ബിക്കോസ് നമ്മളെല്ലാവരും ഫുഡും കഴിച്ച് അങ്ങനെ കിടക്കാൻ പോയി. അപ്പം എനിക്കിവിടെ വന്നതിന് ശേഷം ഫുള്ള് മുഖം അത്രയും പിമ്പിൾസായി. കാര്യം ഒന്നാമത്തെ കാര്യം, ഒരുപാട് ടൈം വ്യത്യാസമുണ്ട് ഇന്ത്യയും ഇവിടെ ആയിട്ട്. അപ്പോൾ എനിക്ക് കിടന്നുറങ്ങുന്ന ടൈം മാറിയാൽ തന്നെ എനിക്ക് പ്രോബ്ലം ആവും സ്കിൻ മൊത്തം. പിന്നെ വന്നിട്ട് ഇവിടെ ഇറ്റ്സ് ദാറ്റ് കോൾഡ്. അപ്പോൾ ഫുൾ ഫേസിൽ തൊലി ഇളകി നമ്മളത് ഇളക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു വൂണ്ടായി അതൊരു കുരുവായി മാറും. തിരിച്ചിനി ഇന്ത്യ എത്തിയിട്ട് വേണം അവിടുത്തെ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് നിന്നെല്ലാം ശരിയാക്കി എടുക്കാൻ. പക്ഷേ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കഴിച്ചത്. യാതൊരു എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അര ബോധത്തിലൊക്കെ ഇരുന്നാണ്. ഇച്ചിരി വിശപ്പില്ലാതെ അങ്ങ് പോകുന്നു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റ്. എനിക്കിനി ഫ്ലാറ്റിൽ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്നൊരു, നമ്മുടെ ഈ ട്രിവാൻഡ്രം എത്തിയിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. ബിക്കോസ് ഈ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടാക്കിയും
ടേസ്റ്റ് ഒന്നുപോലെ വരത്തില്ല ബിക്കോസ് ഓഫ് വെള്ളത്തിന്റെ ടേസ്റ്റ് കാരണം. എപ്പോഴും അത് ഒരിക്കലും നമ്മളത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വെതറിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ചൂട് സാധനം ഉണ്ടാക്കുമ്പോൾ ആ ചൂട് കിട്ടുന്നതേ ഒരു സുഖമാണ്. നമ്മുടെ അവിടെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വിയർത്തിട്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ വേണ്ട ഇന്നിനി ഉണ്ടാക്കണ്ട എന്ന് ഫീൽ ചെയ്യും. അതായത് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ കുക്കിംഗ് ബിക്കംസ് ഫൺ, അവിടെ ചെയ്യുമ്പോൾ കുക്കിംഗ് ബിക്കംസ് എ ടാസ്ക്, ഇറ്റ് ബിക്കംസ് ഹെക്ടിക്. അതാണ് നമ്മുടെ ആരും അവിടെ വലുതായിട്ട് കുക്ക് ചെയ്യാത്തത്. ഇവിടെ എനിക്ക് ഭയങ്കര ത്വരയായിരുന്നു കുക്ക് ചെയ്യാൻ. ഇങ്ങനെ കുക്ക് ചെയ്തോളാം ഭയങ്കര. അഞ്ജലിയെ പറഞ്ഞു പണിയെടുക്കാൻ ഇത്ര താല്പര്യമൊന്നും. ഫസ്റ്റ് ക്ലൈമറ്റ് കാരണമാണ്. നമ്മുടെ നല്ല കോസി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ട്രെയിൻ എടുത്ത് തിരിച്ച് നമ്മുടെ Airbnb-യിലോട്ട് പോവാണ്. ഇറ്റ്സ് ക്വൈറ്റ് എ ലോങ് ഡിസ്റ്റൻസ്. ഞാൻ ഇന്നലെ ഊബറിലാണ് വന്നത്, അശ്വിൻ ട്രെയിനിലാണ് വന്നത്. നമ്മൾ ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു അതിനെന്താ പറയുന്നത്, ചെറിയൊരു സൗന്ദര്യ പണക്കം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. ആദ്യമേ ഊബർ എടുത്ത് ഞാൻ ഓടി അഞ്ജലിയുടെ വീട്ടിലോട്ട്. അങ്ങനെ എന്നെ തപ്പി പിന്നാലെ ഇവൻ ട്രെയിനും എടുത്ത് വന്നു. സോ ഞാൻ ഇന്ന് തിരിച്ച് ട്രെയിനിലാണ് പോകുന്നത്. ഊബർ പെട്ടെന്ന് എത്തുമായിരുന്നു, പക്ഷേ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ വി ചൂസ് ദിസ്. പക്ഷേ ഇത് നല്ല രസമുള്ള റൈഡാണ്. ഇത് മറ്റേ ട്യൂബ് പോലെയല്ല, ഒരു ട്രെയിൻ പോലെയാണ്. ഇറ്റ് ഫീൽസ് വെരി നൈസ്. സോ നമ്മൾ ഇന്ന് ടൈമുണ്ട്, എനർജി ഉണ്ടെങ്കിൽ ടവർ ബ്രിഡ്ജും കൂടെ ഒന്ന് പോകുന്നുണ്ട്. നമ്മൾ നാളെ തിരിച്ച് പോവുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ വിത്ത് എക്സൈറ്റിംഗ് ന്യൂസ്. ടിൽ ദെൻ ബൈ.